ഹലോ, ഹായ് 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 ഹായ്. എന്തു പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഈ 2024 എല്ലാവരും അടിച്ചു പൊളിച്ചങ്ങനെ മുന്നോട്ട് പോകുകയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മാസം എൻട്രി ആയിട്ടൊക്കെയാണ് വന്നത്. ഈ വർഷത്തിൽ നമ്മൾ അടിച്ചു പൊളിച്ചങ്ങനെ മുന്നോട്ട് പോകുമെന്ന്, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 2024 ആദ്യ സമയത്ത് തന്നെ നമ്മളും അടിച്ചു പൊളിച്ചൊക്കെ പോകുന്നതെന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും നമ്മളും ഒരു ചെറിയ ഒരു പ്രോബ്ലത്തിൽ പെട്ടു. അത് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത്. എങ്കിലും നമ്മളും അറിയുന്നതായിരുന്നു. പക്ഷെ എന്നാലും നമ്മളത് പെട്ടു. ഒരു ചെറിയൊരു കേസിൽ നമ്മൾ പെട്ടു എന്നുള്ളതാണ്. നമ്മളറിയാതെ നമ്മൾ പെട്ടൊരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ഈ നമ്മളെ ഫോൺ നമ്പർ ഹാക്ക് ചെയ്യുക, അതല്ലെങ്കിൽ വാട്സപ്പ് ഹാക്ക് ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ അക്കൗണ്ടൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അക്കൗണ്ട് ഉള്ളവർ അത് ശ്രദ്ധിക്കുക, അറിവുള്ളവർ കൂടുതൽ സൂക്ഷിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഈ 2024 വാട്സപ്പ് അപ്ഡേഷനാണ് എന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഒരു മെസ്സേജ് വന്നു. എനിക്കല്ല, ഹസ്ബൻഡിൻ്റെ ഫോണിലേക്കാണ് വന്നത്. അപ്പോൾ അതിങ്ങനെ സാധാരണ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടണ പോലെ അങ്ങനെ വിട്ടുവൊന്നും ചെയ്തായിരുന്നില്ല. ഷോപ്പിൽ ഇരിക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു കോള് വന്നു. അപ്പോൾ കോള് വന്നപ്പോൾ ആൾക്ക് തിരക്കുണ്ടായിരുന്നു. കാരണം കസ്റ്റമർ ഉണ്ടായിരുന്നു, അളവെടുക്കുന്ന അതല്ലെങ്കിൽ അതിൻ്റേതായ കുറച്ച് തിരക്കിലും ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കോളിനെ ഒന്ന് സംസാരിച്ച് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു മൈൻഡാണല്ലോ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞങ്ങൾ അതായത് ഇവിടുത്തെ ഫോണിൻ്റെ ഇതിൽ നിന്ന് എത്തിസലാത്തിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. എത്തിസലാത്തിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നായിരുന്നു, നിങ്ങൾ എന്തേ അത് അപ്ഡേറ്റ് ചെയ്യാഞ്ഞെന്നാണ് ചോദിച്ചത്. അപ്പം ആളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു, നമ്മളത് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്നുവെച്ചാൽ ഒരു കാര്യം ചെയ്യപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യ് എന്ന് പറഞ്ഞു. വാട്സപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞു, ഇപ്പോൾ അതിലേക്ക് ഒരു നമ്പർ വരും, അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി, എന്നിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, അപ്പോൾ നമ്മൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ആൾ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ ആ വന്നത് OTP ആണ്. OTP എന്തോ ഒരു നമ്പറാണ് വന്നിട്ടുള്ളത്. OTP നമ്പറാണ് ആയിരുന്നത്. ആ നമ്പർ ആൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ ചോദിച്ചു, പിന്നെ വേറെ ഐഡികളാണ് പിന്നെ അവർ ചോദിക്കുന്നത്. പിന്നെ അവർ ചോദിച്ചു ബാങ്കിൻ്റെ അക്കൗണ്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് ബാങ്കിൻ്റെ അക്കൗണ്ട്? നമ്മുടെ വാട്സപ്പിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ അക്കൗണ്ട് ആവശ്യമില്ല. അത് ചെയ്യാനുള്ളൊരു ബോധം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നത്തെ ബോധം എല്ലാവർക്കും അറിയാം, OTP പറയാൻ പാടില്ല എന്ന്. പക്ഷെ എന്നാലും നമ്മളെ മൈൻഡ് ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ മൂലോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ തിരക്ക് മൂലം നമ്മളത് ശ്രദ്ധിക്കാതെ കടന്നു പോയതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അത് വലിയൊരു ഇഷ്യൂ ആയി മാറി. അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഇല്ല, ബാങ്ക് അക്കൗണ്ടിന് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്കൊന്നാമത് ബാങ്ക് അക്കൗണ്ട് ഇല്ല, പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് ചോദിച്ചു. അതിനുശേഷം അവർ പെട്ടെന്ന് വിളിച്ചു, വേറെ ഏതെങ്കിലും നമ്പറുണ്ടോ, ഷോപ്പിൻ്റെ നമ്പറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, അതും കൊടുത്തില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ OTP നമ്മൾ ചേട്ടൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആവും എന്ന് പറഞ്ഞു വെച്ചാൽ. പക്ഷെ അവർ ഇത്രയും ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മുടെ ഫോൺ നമ്പറും വാട്സപ്പ് എല്ലാം ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെന്താ ഇതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലായില്ല. ഇതിങ്ങനെ കോള് കട്ടായതിന് ശേഷം ഓൾറെഡി ഈ വിളിക്കുന്ന നമ്പർ കട്ടായി, അതുപോലെ വാട്സപ്പ് ബന്ധായി. അപ്പോൾ പിന്നെ അതിനി റെഡി ആക്കണമല്ലോ. കാരണം ഒത്തിരി ആളുകൾക്ക് പോയിട്ടുള്ള നമ്പറാണ്, വാട്സപ്പ് നമ്പറാണ്, എല്ലാ ഷോപ്പിലത്തെ എല്ലാ കാര്യങ്ങൾക്കും ആളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ അന്നത്തെ ദിവസം അന്ന് ചെയ്തില്ലെന്ന് തോന്നുന്നു, പിറ്റത്തെ ദിവസം എത്തിസലാത്തിൽ നേരിട്ട് പോയി നമ്മുടെ ഫോൺ നമ്പർ ഇങ്ങനെ ഒരാൾ ഒരു എത്തിസലാത്തിൽ നിന്നാണ്, നിങ്ങളുടെ ഇവിടെ നിന്നാണ് നമ്പർ കോള് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് കോളോ മെസ്സേജോ ഒന്നും അയച്ചിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇതല്ല സംഭവം, ഇത് ഹാക്കിംഗ് ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ ഇത് നമ്പർ പോവൊന്നുമില്ല, നിങ്ങൾക്ക് ഇത് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റും, നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞ് ആ ബ്ലോക്കായ നമ്പറിനെ അവരത് രണ്ടാമത് എടുത്തു. പക്ഷേ ആ ബ്ലോക്കായ നമ്പറിനെ അവരത് എടുത്തു കഴിഞ്ഞപ്പോൾ വാട്സപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, റൂമിൽ വൈഫൈ ലോഡ് എന്നിട്ട് ഇന്ന പോലെ ചെയ്താൽ അത് ഓക്കെ ആവുമെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ വാട്സപ്പ് ചെയ്യാനായിട്ട് നോക്കി ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല. നമ്മുടെ അറിവ് കുറവുകൊണ്ടാണോ അത് പറ്റാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ ഫോൺ നമ്പർ അവർ ചെയ്തത് ഓക്കെ ആയിരുന്നു. എത്തിസലാത്തിൽ നിന്ന് ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ ഓക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഫോൺ നമ്പർ ഓൾറെഡി ചാലുവായി. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, പിറ്റത്തെ ദിവസം നമുക്ക് വീണ്ടും ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇൻബോക്സിൽ വന്നേക്കണു, നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന്
650 ദിർഹംസ് ട്രാൻസ്ഫർ ആക്കാൻ നോക്കി, അത് ഫെയിൽഡ് എന്ന് പറഞ്ഞ മെസ്സേജ് നമുക്ക് വന്നു. അതിൻ്റെ തൊട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഒരു മെസ്സേജ് വന്നു. 9,990 ദിർഹംസ് നമ്മുടെ അക്കൗണ്ടിലുണ്ട്, അത് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയിട്ട് അത് ഫെയിലായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു. അപ്പം നമുക്ക് തോന്നി നമുക്ക് അക്കൗണ്ട് ഇല്ല, പക്ഷെ എന്നാലും എന്താണ് ഇപ്പോൾ ഈ സംഭവം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ട വഴിക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഉടനടി അവിടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുത്തു. അത് വായിച്ച് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇത് ബാങ്ക് അക്കൗണ്ട് അല്ല, മണി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് നാട്ടിലേക്ക് പൈസ അയക്കാനുള്ള ഒരു ആപ്പ് ഉണ്ട്, അതായത് ഫോൺ എത്തിസലാത്തിൻ്റെ തന്നെ ഒരു സംഭവമുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണ്. അത് ഡൗൺലോഡ് ചെയ്യല്ല, അത് ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്തോണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്പർ ഹാക്ക് ചെയ്തിട്ട് നമ്മളുടെ ഈ നമ്പറിൽ നിന്ന് അവർ നമ്മളുടെ ഫോട്ടോയും നമ്മുടെ അഡ്രസ്സും നമ്മുടെ എല്ലാ കാര്യങ്ങളും വെച്ച് അവർ ഒരു മണിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ പാകിസ്ഥാനിലേക്ക് മണി സെൻഡ് ചെയ്ത് നോക്കുക. തൊട്ട് പിന്നാലെ വീണ്ടും ഒരു മെസ്സേജ് വന്നു, 9,950 ദിർഹംസ് പാകിസ്ഥാനിലേക്ക് ട്രാൻസ്ഫർ ആയത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അവിടുത്തെ മണി 7 ലക്ഷത്തി സംതിങ് വരും, അത് എൻ്റെ ഇത് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നു. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. വേറെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഉടനടി ഫ്രണ്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. നമുക്കതാണല്ലോ അപ്പോൾ ആദ്യം ചെയ്യാനായിട്ടുള്ള അറിവുള്ളത്. അങ്ങനെ നമ്മൾ ആദ്യമായി 2024 എന്നുള്ളതല്ല, ചേട്ടൻ ഇത്ര വർഷത്തിനിടയ്ക്ക് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. ഞാനും ചേട്ടനും കൂടിയിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഈ കേസ് ഇവിടെ എടുക്കുക, ഇത് CIDകളാണ് എടുക്കുക, അതുകൊണ്ട് അവർ വേറെ സ്പോട്ട് CID ഓഫീസിൻ്റെ സ്പോട്ട് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും CID ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവർ വീണ്ടും, കാരണം ഇത്തരം ക്രൈമുകൾ ഒത്തിരി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കിപ്പോൾ നമുക്കത് വലിയൊരു കാര്യമില്ല, അവർക്കത് വലിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഈ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി വീണ്ടും ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് വഴിയാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കി വിട്ടു. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ എത്തിസലാത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളോട് വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും എത്തിസലാത്തിൽ തന്നെ പോയി. എത്തിസലാത്തിൽ തന്നെ പോയി കഴിഞ്ഞിട്ട്, അതായത് ഫോണിൻ്റെ ഇതിൻ്റെ അടുത്ത് തന്നെ പോയി കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതും എത്തിസലാത്തിൽ നിന്നും അല്ല ചെയ്യേണ്ടത്, കാരണം ഇതിൻ്റെ മണിയുടെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, ആ നമ്പർ വിളിച്ചിട്ട് അവരോടാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇത് ക്ലിയർ ആക്കാനായിട്ട് ഈ അക്കൗണ്ട് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനും നമുക്ക് പരിമിതികളുണ്ട്, കാരണം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റണം, അവിടെ ഇരിക്കുന്ന ആളുകളോട് നമ്മളുടെ കാര്യങ്ങൾ എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് പറയാൻ പറ്റണം. അപ്പോൾ ചേട്ടാ അത് അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ലാംഗ്വേജിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ആൾ ഹിന്ദിക്കാരനായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇത്തിസലാത്തിൽ നിന്ന് തന്നെ അവിടേക്ക് ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ഇന്ന ആളാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞ് ഈ സാധനം നമ്മൾ ബാൻ ചെയ്യുകയാണ് ചെയ്തത്. ഈ അക്കൗണ്ട് ഓൾറെഡി നമ്മൾ ഫ്രീസ് ചെയ്തു. അപ്പോൾ ഈ അക്കൗണ്ട് വഴി നമ്മൾ അപ്പോൾ ഇവർ ബുദ്ധി കാണിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മണിയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ അഡ്രസ്സ്, ബാക്കിയുള്ള നമ്മുടെ ഫോട്ടോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സെയിം അഡ്രസ്സും ഇതൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിൽ കൊടുക്കേണ്ട ഇമെയിൽ ID മാത്രം അവരുടെ കൊടുത്തു. കാരണം അതിലേക്കാണല്ലോ OTP വന്നവർക്ക് കിട്ടേണ്ടത് ഇങ്ങനത്തെ സംഭവത്തിൽ. അത് സെൻഡ് ചെയ്യും, അതെടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മളിവിടെ ഒരു മണി ആപ്പ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് വെരിഫൈ, അതൊക്കെ കറക്റ്റാണ്, ഫോൺ നമ്പർ ഒക്കെ കറക്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഫോൺ നമ്പർ ഹാക്ക് ചെയ്തത്. ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, അതുകൂടി പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് അവർ അടിച്ചു മാറ്റിയേനെ എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അത് അടിച്ചു മാറ്റാൻ അവർക്ക് പറ്റിയിട്ടില്ല. അത് കാരണം എന്താ, നമ്മുടെ അക്കൗണ്ട് ഇല്ല, അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ട്. അപ്പോൾ ഇത്തരം വലിയ വലിയ ക്രൈമുകൾ ഇവിടെ ഇഷ്ടം പോലെ നടന്നുകൊണ്ട്, ഇവിടെ എന്നല്ല എവിടെയും നടന്നുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഇതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല, നേരെ മറിച്ച് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയാണ് എങ്കിൽ അതവരടിച്ച് മാറ്റിക്കൊണ്ട് പോയേനെ. അപ്പോൾ എല്ലാവരും ഈ 2024 അലർട്ടായിട്ടിരിക്കണം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകണം. എല്ലാവരും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം, വളരെ കെയർഫുള്ളായിട്ട്, അതായത് ക്യാഷ് സംബന്ധമായ OTPകളോ അതല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് ഇടപാടുകളോ എല്ലാതും അവരവർ പെർഫെക്റ്റായിട്ട് സൂക്ഷിക്കണം എന്നുള്ളത്
പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ബൈ.